അടി എന്ന് പറഞ്ഞ ഒരു 2-3 അടിയുടെ ഗൗരാമി ഇപ്പൊ പിന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഇതേപോലെ കിസ് ചെയ്യാനോ എന്ത് ചെയ്യാനും കുഴപ്പമില്ല. ഏകദേശം 5 കിലോന്റെ അടുത്ത് ഇത് ഭാരമുണ്ട്. 5 വർഷത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ ചക്കരെ മുത്തുകളാണ്. നല്ല അലിഗേറ്റർ ആണല്ലോ. അതെ അതെ അതെ, കയ്യിലൊക്കെ വരുന്നതാണ്. ഇത് അരാപ്പയമല്ലേ? അതെ 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 അതെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. അപ്പം ഞാനൊരു വെറൈറ്റി ഫാം കൂടി എടുക്കാൻ വന്നിട്ടോ. അത് സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി, പിന്നെ സ്ഥലം കടമ്പഴിപ്പുറം. അപ്പോൾ മെയിനായിട്ട് ഇത് ഗൗരാമി ബ്രീഡ് ചെയ്യുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു വെറൈറ്റി ഒരു ഫാമാണ്. അപ്പോൾ ആ ഓണേഴ്സാണ്. ആദ്യം ഓണേഴ്സിനെ പരിചയപ്പെടാം. പേരെന്താ? ഞാൻ ജേക്കബ് സിജോണ്. പേര് ഉസ്മാൻ. അപ്പോൾ ഇവർ 2 പേരും കൂടിയിട്ടാണ് ഈ ഒരു ഗൗരാമിൻ്റെ ബ്രീഡിംഗ് ഫാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വെറൈറ്റി, യൂട്യൂബിൽ ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി വീഡിയോ തന്നെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവരാണ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഗൗരാമീൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ എങ്ങനെയാണ് ഇപ്പോൾ ഗൗരാമി മാത്രമാണ് അപ്പോൾ മെയിനായിട്ട്? ഇപ്പോൾ മെയിനായിട്ട് ഗൗരാമിയാണ്. നമ്മൾ കുറച്ചുകൂടി തണുപ്പ് കഴിയുന്നതോട് കൂടി നമ്മൾ കോഴിക്കാർപ്പം ബ്രീഡിങ് കാര്യമായിട്ട് തുടങ്ങും. അപ്പോൾ ഗൗരാമി എത്ര ഐറ്റം ഉണ്ട് ഇവിടെ? ഇവിടെ ഇപ്പോൾ 3 ഐറ്റംസ് ഉണ്ട്. 3 ഐറ്റം ഗൗരാമി. അത് ബ്ലാക്ക്, പിങ്ക്, ആൽബിനോ. റെട്ടയിൽ ആയിട്ടില്ല, ബ്രീഡിങ്ങിനായിട്ടില്ല, വലുതായിട്ടില്ല. അതെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഏക്കർ കണക്കിൽ കിടക്കുന്ന ഒരു പോണ്ടാണ്. ഏകദേശം 10-12 പോണ്ട്. ആ പോണ്ടൊക്കെ ഏകദേശം ആഴം 3.5 മീറ്റർ 4 മീറ്റർ ആഴമുള്ള കുളങ്ങളിലാണ് ഇവിടെ ഗൗരാമി പിന്നെ കൊയ്ക്കാറപ്പ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ 90% ഇവിടെ ചെയ്യുന്നത് ഗെയിൻ ഗൗരാമിയാണ്. പല വെറൈറ്റി 3 വെറൈറ്റി ഗെയിൻ ഗൗരാമി. അപ്പോൾ അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക് ഓരോ ടാങ്കിലും 10, 15, 20 വലിയ ഈ വലുപ്പമുള്ള സൈസിലുള്ള, ഞാൻ തള്ളലല്ല കേട്ടോ, ഈ വലുപ്പമുള്ള നിങ്ങൾ കാണും. അത്രയും അടിപൊളി ഗൗരാമികൾ ഇവിടെ ഉണ്ട്. അത് നെറ്റിൽ കോരി എത്രത്തോളം കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും വലിയ ബൈക്ക് സൈസാണ്. അതൊക്കെ പിടിക്കുമ്പോൾ തന്നെ ആകെ അങ്ങനെ പെടച്ചിലാണ്. നമ്മൾ വലിയ ആരാപ്പയമിനെ പിടിക്കുന്ന മാതിരിയാണ് ഗെയിൻ ഗൗരാമിൻ്റെ ഒരു 2 അടി വലുപ്പമുള്ള സൈസിലുള്ള കിട്ടണമെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ? ഇത് പിന്നെ ഒരു 1.5 ഏക്കർ അല്ലേ? 1.5 ഏക്കറിലാണ് ഇപ്പോൾ ഈ ഒരു നാച്ചുറൽ പോണ്ടുകൾ കിടക്കുന്നത്. എത്ര ടാങ്കുകളുണ്ട് ഇവിടെ മൊത്തം? ഇതിൽ നമ്മൾ ജിജി ഒക്കെ, എൻ്റെ വൈഫിൻ്റെ പേരാണ് ജിജി. പിന്നെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡ്. ഇപ്പോൾ ഞാനിങ്ങനെ ഇത്തരം ഫീൽഡുകൾ, അതായത് ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുകയാണ്. ഇതിൽ ഏകദേശം 5 സെന്റ് 10 സെന്റ് 15 സെന്റ് ഉള്ള 1.5 ഏക്കറാണ് മൊത്തം. അതിൽ സെന്റുകളുള്ള വലിയ നാച്ചുറൽ പോണ്ടുകളാണ്. അത് കൂടാതെ ചെറിയ പോണ്ടുകളുണ്ട്, റിയറിംഗ് പോണ്ടൊക്കെ ആയിട്ട് നമ്മൾ വേറെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ടാർപോളിൻ പോണ്ടുകളുണ്ട്, ടാങ്കുകളുണ്ട്, പിന്നെ ഫ്രിഡ്ജ് ബോക്സുകളുണ്ട്. അങ്ങനെ അപ്പോൾ വൈവിധ്യമാർന്ന രീതിയിലാണ്. അത് കൂടാതെ ഒരു പ്രകൃതി സ്നേഹി എന്നുള്ളതിലേക്ക് ഇവിടെ മുഴുവനായിട്ട് ഒരു 45ഓളം മാവ്, 35ഓളം പ്ലാവ്, അതിൽ വെറൈറ്റി 25 വെറൈറ്റി പിന്നെ മാവുണ്ട്, 10 വെറൈറ്റി പ്ലാവുണ്ട്, സീഡ്ലെസ് ഗംലെസ് ആയിട്ടുള്ള സാധനം ഒക്കെ ഉണ്ട്. ഒക്കെ കാഴ്ചയൊക്കെ തുടങ്ങുന്നു, ഒരുപാട് വെറൈറ്റി. അതിൻ്റെ പുറമെയാണ് ഒരു 50ഓളം വെറൈറ്റി നമ്മുടെ പിന്നെ വിദേശി സ്വദേശിയായിട്ടുള്ള പല വൃക്ഷങ്ങൾ. ചിലതൊക്കെ നല്ലതാണ്, ചിലതൊന്നും അറിയാലോ, കാര്യങ്ങൾ അറിയാലോ. ഈ വീണ്ടും ഇങ്ങനെ കൊടുക്കുന്നു. ഓറഞ്ച്, മുസമ്പി, ലെമണ്, പീനട്ട് ബട്ടർ മുതലായ അബിയു തുടങ്ങി മാംഗോസിനൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കുളം ഒന്ന് പറ്റിച്ച്, ഏറ്റവും നമ്മൾ ഇതൊരു യൂട്യൂബിൽ എവിടെയും കണ്ടിട്ടുണ്ടായിരിക്കില്ല. മറ്റുള്ള പോണ്ടിലൊക്കെ ചിലപ്പോൾ ടാങ്കിലായിരിക്കും കണ്ടത്. പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള കുളങ്ങളിൽ ഏകദേശം ഈ വലുപ്പം 2 അടിൻ്റെ വലുപ്പമൊക്കെ ഉള്ള 2 അടി വരെ ഏകദേശം 7 കിലോ ഉള്ളത്. അപ്പോൾ അത്രയും വലുപ്പമുള്ള ഗൗരാമിയാണ് നമ്മളിപ്പോൾ ഈ കുളത്തു നിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മാഷാണ്. അപ്പോൾ മാഷ് എന്ന് പറയാനുള്ള കാരണം, ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്, മനസ്സിലായിട്ടോ. റിട്ടയർഡ് അധ്യാപകൻ മാത്രമല്ല, ഞാനൊരു സൈക്കോളജിസ്റ്റും കൂടിയാണ്. കൗൺസിലിംഗ്, എൻ്റെ ഫസ്റ്റ് PG സുവോളജിയാണ്, MSc. സെക്കൻഡ് PG അപ്ലൈഡ് സൈക്കോളജി, തേർഡ് PG അതിൽ കൗൺസിലിംഗ് PG കേരള യൂണിവേഴ്സിറ്റി. അങ്ങനെ കൗൺസിലിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ സന്തോഷമായിട്ട് ഇതിനോടുള്ള സ്നേഹവും കാര്യങ്ങളും. ഇവിടെ ഒരു കാസർഗോഡ് കുള്ളനുണ്ട്, പശു. അതിൻ്റെ കുഞ്ഞൊരു മൂരിക്കുട്ടി ഉണ്ട്, ഒരു 2.5 വയസ്സായുള്ള ഒരു വീട്ടിലുണ്ട്. വീട്ടിലും അതുപോലെ ഒരുപാട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാം. കാരണം നമ്മുടെ മാഷ് ഇപ്പൊ ഈ വള്ളത്തേക്ക് ഇറങ്ങിയിട്ട് അതിലുള്ള ആ ഒരു ഗൗരാമിനെ മാഷ് ഇറങ്ങി പിടിക്കുന്നുണ്ട്. മാഷക്ക് എത്ര വയസ്സായി? ഇപ്പൊ ഞാൻ റിട്ടയർഡ് ചെയ്ത് 19 ഇപ്പൊ 61 വയസ്സ് ക്ലിയർ വയസ്സായി. അപ്പൊ 61 വയസ്സിന്റെ അതെ, വയസ്സ് ഏജ് എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്. മറ്റത് യങ്നെസ്, നമ്മുടെ പ്രസരിപ്പും കാര്യങ്ങളും ഒരു ഫീലിംഗ് ആണ് ചെറുപ്പം എന്ന് പറയുന്നത്. അപ്പൊ ചെറുപ്പം
ഇത്തിരി ഉണ്ട്. അപ്പോൾ മാഷ് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഇനി അതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിൽ ഒന്നൊന്നര സംഭവമായിരിക്കും ആ ഒരു വീഡിയോ. അപ്പോൾ അതിലുള്ള നമുക്ക് എത്രത്തോളം വലിയ വലിയ സൈസിലുള്ള ഗൗരവങ്ങൾ കിട്ടുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ മാഷിന് ഡ്രസ്സൊക്കെ മാറ്റി വരും അല്ലേ? ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യണം? ഇപ്പോൾ ഇവര് ഇതിൽ നമ്മൾ ജയന്ത് ഗൗരിൻ്റെ ബ്രീഡിംഗ് പെയർ വലുത് ഏകദേശം ഒരു 7 കിലോ 7-7.5 കിലോ വലിപ്പമുള്ള 4-5 അങ്ങനെ ഏകദേശം ഒരു 10-25 പോലെ ഈ കുളത്തിലുണ്ട്. അപ്പോൾ കുറച്ച് ടൈം പിടിക്കാതെ ആകുമ്പോഴേക്കും അല്ലേ? അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് മറ്റുള്ള കുളങ്ങൾ നോക്കി നോക്കാം. അപ്പോൾ ഈ പോണ്ടിൽ ഇപ്പം എന്താ? ഇതിൽ നമ്മൾ സാധാ ഇന്ത്യൻ കാർപ്പ് ഇട്ടിരിക്കുകയാണ്. ആ സൈഡിലാണ് നമ്മൾ തീറ്റ കൊടുക്കൽ. അപ്പോൾ ഈ സൈഡ് ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ടൈം പിടിക്കും. അവിടെ വന്ന് അവിടെ നോക്കണല്ലേ? ഇതിലൊക്കെ എത്ര ഇഞ്ച് സൈസ് ആയിട്ടുള്ള കാർപ്പാളുണ്ടല്ലോ? 1 അടിൻ്റെ താഴെ മുതൽ 5 ഇഞ്ച് വരെ ഉണ്ട് ഇതിൽ കിടക്കുന്നുണ്ട്. ഇത് കൊടുക്കാനുള്ള കാർപ്പാള തന്നെയാണോ? അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കോഴിക്കാർപ്പിളൊക്കെ റേറ്റുകളൊക്കെ വരുന്നത്? കോഴിക്കാർപ്പ് പറഞ്ഞാൽ നമ്മൾ സൈസിനനുസരിച്ച് ഒരു 50 മുതൽ അതിൻ്റെ മുകൾക്കാണ് അതിൻ്റെ റേറ്റുകൾ വരുന്നുണ്ട്. അത് 5 ഇഞ്ച് പല സമയത്തും പല റേറ്റുകളായിരിക്കും വരിക. അവൈലബിലിറ്റി അനുസരിച്ചും റേറ്റിൽ വ്യത്യാസം വരും. 50 രൂപ മുതലേക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഗൗരവങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ റേറ്റുകളൊക്കെ വരുന്നത്? ബ്ലാക്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് 30 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്, അത് കൂടുതൽ എടുക്കണവർക്ക്. പിങ്ക് ആണെങ്കിൽ 75 രൂപ വെച്ചിട്ട് എടുക്കും. ആൽബിനോ 150 രൂപ വെച്ചിട്ട്. പിന്നെ റെട്ടയിൽ നമ്മുടെ അടുത്ത് ഇല്ല, അത് ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അത് അതിൻ്റെ റേറ്റ് അപ്പത്ര ഇതിനനുസരിച്ച് പറയും. ഇത് ജയന്റ് ഗൗരാമിയുടെ ഇതിപ്പോൾ എന്താ ഇപ്പോൾ മാഷ ഇത് ഞാൻ പിടിച്ച് കാണിച്ചാൽ ഇത് ജയന്റ് ഗൗരാമി ബ്ലാക്ക് നമ്മുടെ ബ്ലൂ സ്റ്റോക്ക് ആണ്. ഇത് ഏകദേശം എത്ര അടി ഉണ്ടാവും ഇപ്പോൾ? അടി എന്ന് പറഞ്ഞ ഒരു 2-3 അടി 3 അടിയുടെ ഗൗരാമി. ഇപ്പോൾ ഗൗരാമി പിടിക്കട്ടെ, ഒന്ന് ഒതുക്കി പിടുന്നതിന്. ഇതൊരു 7 കിലോന്റെ അടുത്ത് വരാം. പിന്നെ സാവധാനം പിടിക്കാനേ പറ്റുള്ളൂ. തുണിയുടെ കാര്യം ഇതിനെ ഇടയ്ക്ക് പിടിക്കണം. അല്ല അതോ നേരത്തെ എടുത്തത് ഒരു 7 കിലോ ഉള്ളത്. ഇതൊരു 5 കിലോന്റെ അടുത്തുള്ളത് അല്ലേ? നേരത്തെ നമ്മളൊന്ന് എടുത്തില്ല, ആദ്യം എടുത്തില്ല. അതിന്റെ കുറച്ചെടുക്കാൻ പറ്റില്ല, മുഴുവൻ കിട്ടിയില്ല. പക്ഷെ ഇത് അതിനേക്കാളും ചെറുതാണ്. ഇതൊരു 5 കിലോ വരും. 5 കിലോന്റെ നമ്മുടെ ബ്ലൂ സ്റ്റോക്കിൽ പെട്ട ഇവനാണ്. ഒതുങ്ങളില്ല. 5 കിലോ. ഒരു 5 കിലോ വരുന്ന ചെറുതാണത്. നേരത്തെ എടുത്ത് വലുതായിരുന്നു കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ബ്ലൂ സ്റ്റോക്കിൽ പെട്ട ജയന്റ് ഗൗരാമി ബ്ലാക്ക്. ഒരു ബ്രീഡിങ്ങിൽ ഏകദേശം നമുക്ക് 1000, 1200, 1500, 2000 കുഞ്ഞു മുട്ട വരെ ഇടും. ഇതൊന്ന് കിട്ടും. ഇതിലിപ്പോ ഇങ്ങനത്തെ ഒരു 25 സെറ്റ് കിടപ്പുണ്ട്. 25 എണ്ണം കിടക്കണ്ടല്ലേ? 25 സെറ്റ് സെറ്റ്. മൊത്തം നമുക്കൊരു 100 സെറ്റ് ജയന്റ് ഗൗരാമി ഉണ്ട്. ഇതാ മറ്റൊരു പിന്നെ ഇതിനെ കാണിച്ചു തരാം. ഇത് മെയിലാണ്. ഇപ്പൊ എടുക്കുന്നത് മെയിലാണ്. നേരത്തെ എടുത്തു ഫീമെയിലാണ്. ആദ്യത്തെ 7 കിലോ ഉള്ളത് മെയിലാണ്. ഇത് കണ്ടോ, ഇത് ആണാണ്. ഇത് കണ്ടോ, ചുണ്ട് കിഴിച്ചുണ്ട് തെളിച്ചതാണ്. ഇവിടെ ഹമ്പ് കണ്ടോ? അതെ അതെ. അങ്ങനെയാണ് ആണിനെ പെണ്ണിന് ഈ മുഴ ഇത്ര വലുതായിട്ടുണ്ടാവില്ല, നേരത്തെ ആയിരിക്കും. പിന്നെ ഈ കീഴ്ചുണ്ടും മോൾച്ചുണ്ടും ഒരേപോലെ ആയിരിക്കും. ഇതിനിങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിയുണ്ടോ തടയും. ഇതിന്റെ വായ കാണിച്ചു തരാം. കണ്ടോ? ഇത് വലുത് മുഴുവൻ നല്ല വെജിറ്റേറിയനാ. പിന്നെ അസോള, മൾബറി, അതുപോലെ തന്നെ നമ്മൾ വാഴയുടെ തട വെട്ടിയെടുത്ത് എന്തും പഴങ്ങളോ പപ്പായ ഫ്രൂട്ട്സോ ഇന്ന് വേണ്ട നമ്മൾ കഴിക്കണ എല്ലാം കഴിക്കും. വളർത്താൻ വളരെ സുഖമാണ്. വളരെ രുചികരമായ മത്സ്യമാണ് ഇത്. ഇപ്പൊ മാർക്കറ്റിൽ ഏകദേശം 500 മുതൽ 700 രൂപ വരെയാണ് ഇതിന്റെ മീറ്റിന്റെ വില. അതെ, ഫ്രഷ് മനസ്സിലായില്ലേ? നമ്മൾ ഈ സൈസിലുള്ളത് കൊടുക്കണ്ടോ? അപ്പൊ ഈ സൈസിലുള്ള അത്യാവശ്യം വേണ്ടവർക്ക് കൊടുക്കും. ഏകദേശം ഒരു കൺഫേംഡ് പെയർ ആവണമെങ്കിൽ 3 അഡൽട്ട് ആവണമെങ്കിൽ 3 വർഷം ഏറ്റവും കുറഞ്ഞു വേണം. അപ്പൊ ആണും പെണ്ണും കൺഫേംഡ് ആയിട്ട് വരുമ്പോ അവര് ഈ കൂട്ടത്തിൽ കിടന്ന് അവര് തന്നെ വേർപിരിഞ്ഞ് ഇതായിട്ട് വരണം. ഇത് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്നതുകൊണ്ട് വെള്ളത്തിന്റെ ക്വാളിറ്റി ഒന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഇതേപോലെ
കിസ് ചെയ്യാനോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അല്ല അതെ ഇടഞ്ഞാൽ അതിനെ ദ്രോഹിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അടിച്ച് ശരിപ്പെടുത്തും, കൈ കീറും. നമ്മളെ നെഞ്ഞിട്ട് ഇപ്പൊ ആദ്യത്തെ 7 കിലോകളൊക്കെ ഉണ്ടല്ലോ, അതോ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മളെ നെഞ്ഞിട്ട് ഒരു ഇടി കിട്ടിയാൽ പണി തീരും. അത്രയും പവറാണ് അല്ലേ? എന്നെ പോലെയുള്ള ഈ വയസ്സന്മാർക്ക്. ഇത് ഫീമെയിലാണ്. ഇതിന്റെ കീഴ്ചുണ്ട് കണ്ടോ, ചെറുതാണ് കണ്ടോ. കീഴ്ചുണ്ട് മുറിച്ചുണ്ട് ഏകദേശം ഒപ്പാണ്. ഹമ്പ് വളരെ ചെറുതാണ്. ഇതിന് ചെറിയ ഹമ്പുണ്ട്, ചിലതിന് തീരെ ഹമ്പ് ഉണ്ടാവില്ല. ഇത് ഇപ്പൊ നമ്മൾ മാഷ 2 എടുത്തപ്പോ ഏകദേശം എത്ര പ്രായം ഉണ്ടാവും രണ്ടിനും? ഇത് 7 കിലോ ഒക്കെ ഉള്ളത് ഏകദേശം 6 വർഷം പ്രായമായി. 6 വർഷം. ഇതെന്ന് പറഞ്ഞ ഒരു 3-4 വർഷം, 4 വർഷം പ്രായം. ഇതിപ്പോ ഒരു 3 കിലോ 3.5 കിലോ ഉള്ളൂ. അത്ര വരുന്നുള്ളൂ. ഇഞ്ചുള്ള കുഞ്ഞുങ്ങൾ വരുന്നത്. നമുക്ക് 3 ഇഞ്ചുള്ളതും 2 ഇഞ്ചുള്ളതും ഒക്കെ പിങ്ക് ഗൗരാമി ഉണ്ട്, വലുത് പിന്നീട് കാണിച്ചു തരാം. അതിന്റെ 4 ഇഞ്ച് 5 ഇഞ്ച് ബ്ലാക്ക് ഗൗരാമിയുടെ ആൾമോസ്റ്റ് എല്ലാ സൈസും നമുക്കുണ്ട്. 1000-1500 പീസോളം ഇപ്പൊ തന്നെ ഉണ്ട്, കേടുകളുണ്ട്. വിവിധ സ്റ്റേജിലുള്ളതുണ്ട്. ഇതൊരു ഫീമെയിലാണ്. ഇതും ഫീമെയിലാണ്. ഇതും ഫീമെയിലാണ് കേട്ടോ. ചക്കരെ മുത്തുകളാണ്. ഇണക്കി ഇതൊക്കെ ആക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അടങ്ങി നിന്നോളൂ. നമ്മുടെ കയ്യിൽ വരും, നമുക്ക് കൈ കൊണ്ട് ഫീഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, നന്നായി ഇണങ്ങി വരും. പിന്നെ മത്സ്യ കർഷകരെ സംബന്ധിച്ച് മീൻ തീറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത്. ഇതിനകത്ത് പ്രശ്നമില്ല. വീട്ടിലുണ്ടാകും പഴോ, പപ്പായേ, പിന്നെ മൾബറിയുടെ ഇലയോ, ചേനയുടെ ഇലയോ, ചേമ്പിന്റെ ഇലയോ, എന്ത് ഇലകളോ, അസോളോ, എന്ത് വേണമെങ്കിലും കൊടുത്താൽ തിന്നും. പിന്നെ നമ്മൾ കഴിക്കുന്ന ചോറ് കുറച്ച് ബാലൻസ് ഉണ്ട്, അത് ഇട്ട് കൊടുത്താലും തിന്നും. പിന്നെ കപ്പയോ മീനും ഇറച്ചിയൊക്കെ ഒഴിച്ച് ബാക്കി ഏത് പച്ചക്കറിയും ഇതിന്റെയൊക്കെ കോളിഫ്ലവർ ആയാലും എന്തായാലും ഇട്ട കൊടുത്താൽ കൊണ്ടും പോകുകയല്ലേ മോനെ. അല്ല മോനല്ല, മോള് പോട്ടെ കേട്ടോ. ബൈ. മാഷ എന്തായാലും ഒരു അടിപൊളിയായാലും. അപ്പൊ ആ വെള്ളത്തിൽ നിന്ന് മൊത്തം ഇറങ്ങി വല പിടിച്ച് ഇപ്പൊ ഒരു 4-5 വലിയ സൈസുള്ള ഗൗരാമിനോട് പിടിച്ചു അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഗൗരാമി ശരിക്കും നമ്മളോട് നന്നായിട്ട് ഇണങ്ങണ ഒരു യഥാർത്ഥത്തിൽ ഈ ഗൗരാമി നമ്മുടെ ജാപ്പാനീസ് കോഴിക്കാർപ്പൊക്കെ പോലെ തന്നെ അത് നമുക്കുണ്ട്. അതിനെപ്പോലെ തന്നെ കയ്യിൽ ഫീഡ് ചെയ്ത് അതുപോലെ നന്നായി വളർത്താൻ ഇണങ്ങുന്നതാണ്. പക്ഷേ അതിനെ ഒന്ന് ഇണക്കിയും തടവിയും ഒക്കെ പിടിക്കേണ്ടി വരും, മനസ്സിലായില്ലേ? അല്ലാതെ ഓടിച്ചെന്ന് അങ്ങോട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഇതിലിപ്പോൾ ആദ്യത്തേക്ക് ഒരു 8-7 കിലോ 7 കിലോ ഒക്കെ ഉള്ള വലുതൊക്കെയാണ്. അത് വന്നിട്ട് ഒരു താങ്ങ് തന്നാൽ നമ്മുടെ പണി തീരും, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെയൊക്കെ സോഫ്റ്റായിട്ട് പിടിച്ച് ആക്കി ഇങ്ങനെ മറോട് ചേർത്ത് വെച്ച് തലോടി കഴിഞ്ഞാൽ അത് അനങ്ങാതെ വന്നോളും. നേരെ മറിച്ചാണെങ്കിൽ വേഗം ചെന്ന് അങ്ങ് പിടിക്കാനൊക്കെ ചെന്നാൽ ഒരു തള്ളു വെച്ച് തരും, ശരിക്കും നമുക്ക് പണി കിട്ടും. മാത്രമല്ല നമ്മൾ പിടിച്ച ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഷിഫ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് അത് തല വീണ് കഴിഞ്ഞാൽ അതിൻ്റെ തല അടിച്ച് കഴിഞ്ഞാൽ തല വളരെ സ്പോഞ്ച്, ഈ ആഗോലി മത്സ്യത്തിൻ്റെ ഇതായിട്ട് ഇത് എയർ ബ്രീത്തർ ആണല്ലോ മെയിനായിട്ട്. അന്തരീക്ഷത്തു നിന്നും വെള്ളത്തു നിന്നും ഓക്സിജൻ എടുക്കും, അതുകൊണ്ട് നന്നായി ജീവിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തലയടിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ മത്സ്യം ചത്തുപോകും. അതിൻ്റെ ഈ സ്പെഷ്യൽ ഓർഗൻ ഉണ്ട് ഓക്സിജനെ സ്വീകരിച്ച് വെക്കണേ, അതൊക്കെ നശിച്ചു പോകും, വേഗം ചത്തുപോകും. സോഫ്റ്റാണ്, തലയൊട്ടി സോഫ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പിങ്കും ആൽബിനോയും ഉണ്ട്, അവിടെ നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഗേൻഗരാമിൻ്റെ ബ്ലാക്ക് കണ്ടു. ഇനി നമ്മൾ അതിൻ്റെ പിങ്കാണ് ആക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും പിങ്കും അൽബിനോയും അതിലാണ് നമ്മൾ കോരുന്നത്. അപ്പോൾ മൊത്തം നെറ്റ് ആ വല വീശി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ആ ഒരു സൈസിലുള്ള തന്നെ ഗൗരാമിനെ കിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റുള്ള ഫാമിലൊക്കെ പോയാൽ നമുക്ക് ഇങ്ങനെ ഗൗരാമിനൊക്കെ വെള്ളത്തിൽ നിന്നാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ മാഷ് ആ വെള്ളത്തിൽ ഇറങ്ങി ഇരുന്ന് ആ ഒരു മത്സ്യത്തെ പിടിച്ച് നമുക്ക് തരുന്നത്. അപ്പോൾ എന്തായാലും ഒരു പുത്തൻ ഒരു അനുഭവം തന്നെയായി നമ്മൾ ഈ ഒരു ഗൗരാമീനെ കാണുന്നത് നേരിട്ട്. അപ്പോൾ തന്നെ അവിടെ ആകെ പെടയുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്ത അതിനേക്കാളും കൂടുതൽ ഗൗരാമിയിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കി നോക്കാം. ഇത് പിങ്ക് ഗൗരാമിയുടെ ഇടത്തരാണ്. ഇത് ഒരു കഷ്ടി 1-2 വർഷമൊക്കെ പ്രായമുള്ള പിങ്ക് ഗൗരാമി. അതൊക്കെയാണ്. ഇതില് ഏകദേശം ഒരു 200 പീസ് ഇത്തരത്തിലുള്ളുണ്ട് കിടക്കുന്നുണ്ട്. ബ്രീഡിങ്ങിനൊന്നും ആയിട്ടില്ല, അത് ആവുന്നുള്ളൂ. പക്ഷേ ഹെഡൊക്കെ വരാൻ തുടങ്ങി അല്ലേ? ഹെഡ് ചെറുതായിട്ട് വരാൻ തുടങ്ങി. 2 വർഷം ആയല്ലേ ഉള്ളൂ. നേരത്തെ ബ്ലാക്കിന്റെ ഒരു കുഞ്ഞ് ആണ്, അതിന്റെ ചെറിയ കുഞ്ഞ്. റെട്ടയിലും കിട്ടിയില്ലേ? കാണിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വേറെ ഒന്ന് മേടിച്ച റെട്ടൈലിന്റെ ഒരു ചെറിയ കുഞ്ഞാണ്. ഇത് ഗൗര റെട്ടൈല് 4ാമത്തെ വെറൈറ്റി. ഇതാണ് ഏറ്റവും വില കൂടിയത്, ഏറ്റവും ഇതായിട്ടുള്ള ഗൗരാമിയുടെ കുഞ്ഞാണിത്. ഇത് വരുമ്പോ ഒരു 5 ഇഞ്ച്
ഒക്കെ ആയിട്ടുള്ളൂ. അത്ര ഇത് ഏകദേശം സ്ലോ ഗ്രോത്ത് അല്ലേ? ഇതിന്റെ ഗ്രോത്ത് വളരെ കുറവാണ്. ഒരു വർഷമൊക്കെ ഏകദേശം ഒരു 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ വരും. ഒരു വർഷം കൊണ്ട് അത്രേ കിട്ടുള്ളൂ. ഒരു 5 വർഷമെങ്കിലും ആവാതെ. ഇത് കേരളത്തിൽ എവിടെയും ബ്രീഡ് ചെയ്തിട്ടുള്ളതായിട്ട് അറിയില്ല. അപ്പൊ നമുക്ക് വലുത് ആക്കിയിട്ട് ബ്രീഡ് ചെയ്ത് നോക്കാം, ഒരു പരീക്ഷണം. ഇവിടെ ഇൻഡ്യൂസ് ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പരീക്ഷിക്കാം കേട്ടോ. പിങ്ങിന്റെ ചെറിയ കുഞ്ഞുങ്ങളായത്. നമുക്കിത് ഒരു 2000 പീസോളം ഇപ്പൊ കിടപ്പുണ്ട്. 2000 പീസ് കൊടുക്കാണ്ടല്ലേ? ബ്ലാക്കും ഉണ്ട്. ബ്ലാക്ക് ഒരു 2000 പീസോള്. പിന്നെ 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് 3 ഇഞ്ച് പിന്നെ 2 ഫീറ്റ് വരെയുള്ള അഡൽട്ട് വരെയുള്ളത് നമുക്ക് കൊടുക്കാണ്ട്. നമ്മൾ നേരത്തെ ആ പിങ്ക് ഗൗരാമിയുടെ ആ ഒരു കുളം പോണ്ട് നമ്മൾ കോരിയപ്പോൾ അതിൽ നമുക്ക് വളരെ കുറച്ച് മാത്രം കിട്ടും. നമുക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല. കിട്ടേണ്ടത് നമുക്ക് ഒരു വലിയ സൈസിലുള്ളതാണ് കിട്ടേണ്ടത്. നമ്മൾ ബ്ലാക്കിനെ കിട്ടേണ്ടത്. അപ്പോൾ ഒന്നും കൂടി വീണ്ടും നമ്മൾ ട്രൈ ചെയ്യാണ്. അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ഗൗരാമിനെ. ശരിക്കും ഗൗരാമിനെ കിട്ടണമെന്നെങ്കിൽ വെള്ളം വറ്റിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതല്ല ചെയ്യുക, നമ്മൾ നെറ്റൊക്കെ കോരി നമ്മളെ മാഷും ഉസ്മാൻ കാക്കിയും ഒക്കെ കൂടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ മത്സ്യങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നുണ്ട്. വലിയ സൈസിനെ കിട്ടുമോ എന്ന് നോക്കി നോക്കുകയാണ്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സൈസിലുള്ള പിങ്ക് ഗൗരാനെ നമുക്ക് കിട്ടും. ഓക്കെ, കിട്ടി കിട്ടി കിട്ടി. അടിച്ചോ? ഇതിലേക്ക് മെല്ലെ മെല്ലെ ആക്കി. അതാണ് ഞാൻ പറഞ്ഞത്, മയക്കി പിടിക്കണം, സ്നേഹിച്ച് പിടിക്കണം എന്നൊക്കെ. എൻ്റെ താടിയിൽ പൊട്ടി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിന്നെ സ്നേഹിച്ച് നന്നായി പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നല്ലൊരു ഇടി കിട്ടിയത്. ഇത് പിങ്ക് ഗൗരാമിയുടെ ബ്രീഡിങ്ങിന് നല്ല ഇതിലുള്ള പിങ്ക് ഗൗരാമിയുടെ മെയിലാണിത്. മെയില് ഏകദേശം 5 കിലോന്റെ അടുത്ത് ഇത് ഭാരമുണ്ട്. 5 വർഷത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? അത് കണ്ടോ, ഇതിന്റെ ഹമ്പ് ഉണ്ടോ വലുത്? കീഴ്ത്താടി ഉണ്ടോ? ഉണ്ടോ ചക്കരെ മോനെ? ഉമ്മ എല്ലാത്തിനും കൊടുക്കൂലേ? കൊടുക്കും. ഞാൻ അത്രയും സ്നേഹിക്കാൻ പറ്റും. നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവന് തടവിയും സ്നേഹിച്ചും പിടിച്ചു കഴിഞ്ഞാൽ, ഓമനിച്ചു കഴിഞ്ഞാൽ അവൻ അനങ്ങാതെ നിന്നോളും. അവൾ അനങ്ങാതെ നിൽക്കും. അതേ സമയത്ത് ഇതിനെ ഹാർഡായിട്ട് ട്രീറ്റ് ചെയ്യരുത്. ഇത് മക്കളെ പോലെ നമ്മൾ എപ്പോ വന്നാലും നമ്മുടെ കൂടെ വരും തീറ്റയ്ക്ക് കൊടുക്കുമ്പോൾ. പക്ഷെ അതിനെ സ്നേഹിച്ചാൽ അത് ഇങ്ങോട്ട് സ്നേഹിക്കും. ഇല്ലേ, അതിനെ വെറുതെ പ്രകോപിപ്പിക്കാൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പണി അങ്ങോട്ട് കിട്ടും. ഉണ്ടോ? ഇതിപ്പോ ഇത് പിങ്ക് ഗൗരാമി. ഏകദേശം ഒരു 5 കിലോ ആണാണത്. അതിന്റെ ഹമ്പ് കണ്ടോ? അതെ അതെ അതെ. ചുണ്ട് കണ്ടോ, കീഴ്താടി കണ്ടോ? ഇവൻ ബ്രീഡ് ചെയ്ത് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ തന്നതാ. നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ കിട്ടും ഒരു ബ്രീഡ്? ഇതിന് ഏകദേശം 2000 കുഞ്ഞുങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നാച്ചുറൽ കണ്ടീഷനാണ് സ്വയം കൂടി വെച്ച് വയ്ക്കുമ്പോ അതില് മറ്റുള്ള മത്സ്യങ്ങള് പിന്നെ തുമ്പിയുടെ ലാറയൊക്കെ ഉണ്ടാവും. അതൊക്കെ അടിച്ചു മാറ്റിയിട്ട് അവസാനം ഒരു 200 കിട്ടിയ ഭാഗ്യം പ്രൊട്ടക്ഷനിലേക്ക്. എന്നാ വിട്ടോട്ടെ. വിട്ടോളെ, ഒരു ഉമ്മയും കൊടുത്ത് വിടേ. നമ്മുടെ പാർട്ണറെ വകയും കൂടി ഒരു അതെ. പോയിക്കോട്ടെ. ഇനി ഇതിന് വലുതും ചെറുതുമായിട്ട് പിങ്കിന്റെ 2 വർഷം പ്രായമായതുകൊണ്ട് 4-5 ആയിട്ടുള്ള വലിയ ബ്രീഡിംഗ് സെറ്റുകളുണ്ട്. ഇത് ആൽബിനോയും ഉണ്ട്. ആൽബിനോ ഉണ്ട്. പല സൈസിലുള്ളുണ്ട്. ഇത്രയും പെട്ടൂലേ? ഇങ്ങനെ പിടിക്കും പോലെ. ആ 2 തല താഴെ വീട്. ഒന്നുകൂടി പൊക്കിക്കും. ഒന്നുകൂടി അത് കണ്ടോ? ഒന്നുകൂടി നോക്ക്. ഇത് കഴിക്കാൻ നോക്ക്. കണ്ടോ? കണ്ടോ? ഒരു പിങ്ക്, വേറെ ഒരു പിങ്ക്. ഇനി ഒരു ചെറിയ ആൽബിനെ കാണിച്ചോ. ആൽബിനെ പോയാ ആൽബിനോ ഉണ്ട്. ഒരു ചെറിയ ആൽബിനോ ഉണ്ടോ? ആൽബിനോ റെഡായി പോയി ആൽബിനോ എന്തായാലും നല്ല അടിപൊളിയായില്ലേ? നല്ല കളർഫുൾ ആയിട്ട്. ഓക്കെ എന്നാ ഞാൻ വിട്ടല്ലേ? നമ്മൾ ദ്രോഹിക്കുന്നില്ല, വേഗം വിടുക. ഓക്കെ. അതുണ്ടോ? കിട്ടണോ? പോ മക്കളെ. പോയിക്കോട്ടെ. ഞങ്ങള് നിങ്ങളെ കാണാൻ അടുത്താണ്. കാണാൻ നിങ്ങൾ നാട്ടുകാരൊക്കെ കണ്ടോട്ടെ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഗിരീഷ് ചേട്ടൻ നിങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പോവാ കേട്ടോ.
ഇത് ആൽബിനോയാണ് കേട്ടോ. ഓ റെഡ് ഐ അഥവാ അതിന്റെ കണ്ണ് കണ്ടോ ചുവന്നതായിരിക്കും കണ്ടോ. ഇത് പിന്നെ മൂന്നാമത്തെ വെറൈറ്റി ബ്ലാക്ക് പിങ്ക് ആൽബിനോ. ഇത് മൂന്നാമത്തെ വില കൂടിയ സാധനമാണ്. പിന്നെയാണ് റെഡ് ടൈൽ വരുന്നത്. ഇത് ആണാണ് കണ്ടോ. ഹെഡ് നല്ല ഹെഡ് മുകളില് നല്ല പവർ അല്ലേ. ഞാൻ പെണ്ണുങ്ങളെ ഫീമെയിലാണ്. ഫീമെയില് കണ്ടോ. ഇതിന്റെ ചുണ്ടുണ്ടോ, താഴെ ചുണ്ട് ചെറുതാണ്, ചുവന്ന കണ്ണുകളാണ് കണ്ടോ. ഏകദേശം ബ്രീഡിങ്ങിനായതാണ്. നേരത്തെ കാണിച്ചത് മെയിലാണ്, ഇത് ഫീമെയിലാണ്. ഇത് നേരത്തെ പറഞ്ഞ നമ്മളോട് വളരെ സ്നേഹത്തിലൊക്കെ വിടും. മര്യാദക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ പണി തരും. കണ്ടില്ലേ. ഇതിന്റെ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളെ കൊടുക്കാല്ലേ. കുഞ്ഞുങ്ങളെ ഇപ്പൊ അവൈലബിൾ ആണ്. അത് ഓരോ സമയത്തും നമുക്ക് പല സൈസിലുള്ളതാണ് വരിക. അപ്പൊ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം ഇന്ന സൈസ് ഉണ്ട്, ഇന്ന സൈസ് ഉണ്ട്, ഇന്ന സൈസ് ഉണ്ട് പറയാം. അപ്പൊ ഇത് ബ്രീഡിങ്ങിന് പ്രയാസം ഉണ്ടത്? ഇല്ല, പിങ്കിന്റെയും ബ്ലാക്കിന്റെയും പോലെ തന്നെ സെയിം മെത്തേഡ്. കൂട് കൂട്ടാൻ വേണ്ടി കപ്പും ചവറും ഇട്ടേക്കണേ. ഇത് കൂടുണ്ടാക്കിയല്ലേ? അവരുണ്ടാക്കിയിട്ടില്ല, അത് ഉപയോഗിച്ച് അവര് എടുത്തുകൊണ്ട് വേറെ എവിടെയും കൂടും. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഈ പിങ്കിന്റെ ആൽബിനോന്റെ അതുപോലെ ബ്ലാക്ക് നേരത്തെ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഈ മുട്ട എടുത്ത് വെച്ച് അതിനെ വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളാക്കി അതിന് ആർട്ടിമിയൊക്കെ കൊടുത്ത് ഇതാക്കുകൊണ്ട് നമുക്ക് എണ്ണം കൂടുതൽ കിട്ടും. ചിലപ്പോൾ മാത്രം റിസ്കിൽ അത് നഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 1000 അല്ലെങ്കിൽ 1500 കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്ത് കിട്ടും. അതിന് നമ്മൾ ആദ്യം ചെറിയ ഇതിൽ റെഫ്രിജറേറ്ററിൻ്റെ ബോക്സിലിട്ട് അതിന് ആർട്ടിമിയ കൊടുത്ത് ഇതൊക്കെ കൊടുത്ത് വളർത്തിയെടുത്ത് അതിന് ശരിയാക്കി പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതുപോലെയുള്ള ടാങ്കുകളിൽ പിന്നെ അതിൽ പ്രിൻസ് മീലൊക്കെ തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടാങ്കുകളിലേക്ക് മാറ്റും. ഇതിന് വീണ്ടും പിന്നെ പ്രിൻസ് മീൽ കഴിഞ്ഞ് സ്റ്റാർട്ടർ തുടങ്ങി 0.6 തുടങ്ങി ഇതൊക്കെ എടുത്തു കൊടുത്ത് ഇങ്ങനെ പല സ്റ്റേജിൽ. ഇപ്പോൾ ഇത് നോക്കിയാൽ കാണാൻ കഴിയും. ഇത് കണ്ടോ, ഒന്ന് പൊക്കിക്കേ. ഇത് ബ്ലാക്കും ഉണ്ട് പിങ്കും ഉണ്ട്. ഇതുണ്ടോ, അതിപ്പോൾ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ ആയ കുഞ്ഞുങ്ങളായത്. നമ്മൾ ചെറിയത് ആർട്ടിമിയ മൊയിനെ കൊടുത്ത് കഴിഞ്ഞിട്ട് അതെ ഇപ്പോൾ 0.6 ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ധാരാളമായിട്ട് അസോളയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന് പിന്നെ കൊടുക്കുക. ഇനി 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ ആകുമ്പോഴേക്കും അസോളയൊക്കെ ധാരാളം തിന്നും. ഇപ്പം നമ്മൾ പല സ്റ്റേജിലുള്ളത് ഇങ്ങനെ വരും. അതായത് പല തവണയാണ് നമുക്ക് കിട്ടുന്നത്. പല തവണ ഹാച്ച് ചെയ്ത് വിരിഞ്ഞ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലുതാക്കി പിന്നെ ആദ്യം നമ്മൾ ഇത് കൊടുക്കും, അതായത് ആർട്ടിമിയ വിരിയിച്ച് കൊടുക്കും. രണ്ടാമത് നമ്മൾ മൊയിന പോലെയുള്ള ഇൻഫോസൂറി കൊടുക്കും, പിന്നെ മൊയിന കൊടുക്കും. ഇങ്ങനെ പല തട്ടിൽ പല ഫുഡുകൾ കൊടുത്ത് പിന്നെ പ്രിൻസ് മീൽ അത് കഴിഞ്ഞ് സ്റ്റാർട്ടർ അങ്ങനെ 0.6 ഇങ്ങനെ മുകളിലേക്ക് കയറി വരും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ ഒരു 0.6 തിന്നാൻ തുടങ്ങുന്ന മുതലൊക്കെ ഏകദേശം ഒരു 2 ഇഞ്ച് ഒക്കെ അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ ആവുന്ന സമയം മുതൽ നമ്മൾ നമ്മുടെ നാച്ചുറൽ ഫുഡായിട്ടുള്ള അസോള അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. പിന്നെ അങ്ങോട്ട് പഴങ്ങളോ പിന്നെ മൾബറിയുടെ ഇല, ചേനയുടെ ഇല, ചേമ്പിൻ്റെ ഇല എന്ന് വേണ്ട വാഴത്തട വെട്ടി ചോപ്പ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ വലുതൊക്കെ നന്നായി കഴിച്ചോളും. ഇങ്ങനെ പ്രകൃതിയിലുള്ള ഫുഡ് അത് നന്നായി കഴിച്ച് വളർന്നോളും. അപ്പം ഗൗരാമി വളർത്താൻ നമ്മൾ കൂടുതൽ കെയറിങ് ആവശ്യമില്ല, ഫുഡിന് ചിലവ് കുറവാണ്. പിന്നെ ബ്ലാക്കാണ് നമ്മൾ മത്സ്യം കഴിക്കാനായിട്ട് മെയിനായിട്ട് കൊണ്ടുപോകുന്നത്, അലങ്കാരത്തിനല്ല. അതിന് പിന്നെ മാർക്കറ്റിൽ ഇപ്പോൾ 500 മുതൽ 800 രൂപ വരെ ഇതിന് വിലയുണ്ട്. 1 കിലോന്. അസാധ്യ രുചിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ നല്ല മാംസളമായിട്ടുള്ള ഏത് ഫ്രൈ ചെയ്യാനോ പൊള്ളിക്കാനോ അല്ലെങ്കിൽ കറി വയ്ക്കാനോ അല്ലെങ്കിൽ ഫിഷ് മോളി ഉണ്ടാക്കാൻ എല്ലാത്തിനും പറ്റുന്നതാണ്. വലുതനൊക്കെ മാംസം ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിൽ പാളിയായിട്ട് കിട്ടും ഓരോ ഭാഗത്തും. പിങ്ക് ഗൗരാമിയുടെ 5 ഇഞ്ച് 6 ഇഞ്ച് സൈസാണ് ഈ കിടക്കുന്നത്. ഇത് കണ്ടോ, ഇതാ ഇത് മെയിനായിട്ട് നമ്മൾ അലങ്കാര മത്സ്യമായിട്ട് നമ്മളെ ഹോം എന്ന് പറഞ്ഞ ഇതിലൊക്കെ കണ്ടിട്ടുള്ള ഗൗരാമിയുടെ ഫോട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ, അതുപോലെ ഇത് 1-2 ഒക്കെ നമുക്ക് വലിയ അക്വേറിയങ്ങളിൽ ഇട്ടിട്ട് നല്ല ഇണക്കി വളർത്താവുന്നതാണ്. കാരണം നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇത് മൂവ് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുക്കുക. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഗൗരാമികളൊക്കെ തന്നെ ഏകദേശം 40 വർഷത്തോളം നിലനിൽക്കുന്നതാണ്. ഏജ് ലൈഫ് സ്പാൻ ഉണ്ട്. നേരെ മറിച്ച് അത് അഡൾട്ട് ആവാൻ സാധാരണ ബ്ലാക്കൊക്കെ ഒരു 3 വർഷം ആകുമ്പോഴത്തേക്കാവും, പിങ്കൊക്കെ 3, 3.5, 4 വർഷം. അതിൻ്റെ ആൽബിനോ വന്നിട്ട് ചിലപ്പോൾ 4-5 വർഷം എടുക്കും, 3 വർഷം മുതൽ തുടങ്ങുമെങ്കിൽ പോലും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ റെഡ് ടൈൽ ഗൗരാമിയുണ്ട്, അതാണ് ഏറ്റവും വില കൂടിയത്. പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആരും അതിനെ ബ്രീഡ് ചെയ്തിട്ട് അറിയില്ല. നമ്മൾ ബ്രീഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്, നമുക്ക് കുറച്ചുണ്ട്, ഇതുവരെ ബ്രീഡ് ആയിട്ടില്ല. അതിൻ്റെ ടെക്നിക്കൽ ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്.
ഇത് ഫാമിൻ്റെ ഇത് ബ്ലാക്ക് അല്ലേ? ഇത് ബ്ലാക്കാ. ഇതെല്ലാം ഉസ്മാനാണ് ഇവിടുത്തെ മൊത്തം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വരുന്നത്. ഇത് ബ്ലാക്ക് എത്ര ഇഞ്ചിൻ്റെ ആണ്? ബ്ലാക്ക് 3 ഇഞ്ച് മുതൽ 4 ഇഞ്ച് അങ്ങനെ. അത് പൊക്ക് അങ്ങനെ ഒന്നും കൂടി മൊത്തത്തിന് ഒന്ന് പൊക്കി കാണിക്ക്. ഉണ്ടോ? ഇതിൽ ഒരു 500-700 പീസോളം കിടപ്പുണ്ട് ഈ സൈസ്. നമ്മുടെ അടുത്ത് നമ്മളല്ലേ 1 mm പോലുള്ളത് ഇപ്പോൾ കിടപ്പുണ്ട്. മുട്ട ഇന്നലെ ആ മുട്ടയൊക്കെ പിന്നീട് കാണിച്ചു തരാം. മുട്ട അടക്കമുള്ളത് നമുക്ക് എല്ലാ സ്റ്റേജും ഇപ്പോൾ അവൈലബിൾ ആണ്. പിങ്ക് തന്നെ, പിങ്ക് നേരത്തെ കണ്ടതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസാണ്. മനസ്സിലെ 3 ഇഞ്ച് ആവാൻ തുടങ്ങി. 2.5-3 ഇഞ്ച് ഉള്ള സൈസാണ്. കണ്ടോ? നല്ല രസമാണ്, നല്ല രസമാണ്. ഈ ചെറുതിന് നമുക്ക് കൂട്ടത്തോടെ ഇടാം. കുറച്ചും കൂടി കഴിയണം അതിന്റെ പിങ്കിന്റെ സ്റ്റേജിലേക്ക് എത്താൻ. അതെ. ഇതിപ്പോ എത്ര സൈസ് ആകുമ്പോഴേക്ക് കിട്ടതാണ് ഈ ഫ്ലാഗ്? ഇത് നമ്മൾ ഒരു 1 ഇഞ്ചിന്റെ താഴെ പ്രിൻസ് മീൻ തിന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇടും. ഇതിപ്പോ ഈ ടാങ്കിലിപ്പോ ബ്ലാക്കിന്റെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളാണ്. ആർട്ടീമിയ തിന്ന് അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. കണ്ടോ? തീരെ ചെറുത്. ആർട്ടീമിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ പ്രിൻസ് മീൽ തിന്ന് തുടങ്ങിയിട്ടുള്ള ചെറിയ കുഞ്ഞുങ്ങളത്. കണ്ടോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞ പല സ്റ്റേജുകളായിട്ട് വരുന്നു പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിനേക്കാളും ചെറുതൊക്കെ അപ്പുറത്താണ് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ കിടക്കുന്നത്. പിന്നെ എഗ്ഗൊക്കെ കാണിച്ചു തരാം, മുട്ടയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മാഷ ഇപ്പോൾ ഉസ്മാൻ കാക്ക ഇപ്പോൾ എന്താ ചെയ്യണത്? അവിടെ പിന്നെ നമ്മൾ ഈ നാച്ചുറൽ പോണ്ടാണല്ലോ, ജയന്റ് ഗൗരാമീസ് കാക്കക്കൂട് പോലെ കൂട് സ്വയം അവരുണ്ടാക്കി സൈഡിൽ കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കും. എന്നിട്ട് അതിൽ മുട്ടയിടും. ആണും പെണ്ണും കൂടെ, സാധാരണ ആണാണ് കൂട് വെക്കാൻ ഏറ്റവും ഇത്, പെണ്ണും കൂടും എല്ലാം കൂടി പിന്നെ വലിയ കാക്കക്കൂട് പോലെ വെച്ച് അതിൻ്റെ ഉള്ളിൽ മിനുസമുള്ള നാരുകളൊക്കെ വെച്ച് അതിനകത്ത് മുട്ടയിട്ട് ആണ് മിൽറ്റ് ഒഴിച്ച് അത് ബീജസങ്കലനം നടന്ന് അതിന് കൂട് അടച്ചു വയ്ക്കും. മുട്ട വിരിഞ്ഞ് കുഞ്ഞ് അതൊന്ന് നോർമലായിട്ട് പുറത്ത് വരും. മനസ്സിലായില്ലേ? നല്ല വലിയ ലോങ് പ്രോസസ്. അപ്പൊ എന്റെ പാർട്ണറാണ് ഉസ്മാൻ, അദ്ദേഹം കൂടുണ്ടോന്ന് തരിക. ഞങ്ങളിപ്പോ നാച്ചുറലായിട്ട് ഒരു 100-200 കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ 1000 മുട്ട ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ 2000 മുട്ട ഉണ്ടെങ്കിലും. അപ്പൊ ഞങ്ങൾ അതിന് മുട്ട എടുത്ത് വിരിയിപ്പിച്ചിട്ടാണ് കൂടുതൽ എണ്ണ ഉണ്ടാക്കണേ. എന്നിട്ട് ആർട്ടിമിയെ കൊടുത്ത് വളർത്താം. അപ്പൊ മാഷ ഇതിപ്പോ അവിടെ നിന്ന് എടുത്ത ആ ഒരു കൂടാണ് ഇപ്പൊ കൊടുക്കുന്നത് അല്ലേ? അതെ, ഇത് കൂടാണ് ശരിക്കും ഒരു കിളിക്കൂട്. പ്രത്യേകിച്ചും ഈ കാക്കക്കൂടൊക്കെ ഇതുപോലെയാണല്ലോ. ഇത് വെറും പുല്ലും ചപ്പും നാരുകളും വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. ഒരു മത്സ്യമാണ്. ജയന്റ് ഗൗരാമീസ് ഇങ്ങനെയാണ്. നമ്മള് ചെറിയ ഗൗരാമീസ് ഒക്കെ ഉണ്ടല്ലോ പെറ്റായിട്ട്, അതൊക്കെ ബബിള് ഇട്ടിട്ട് അതിലിട്ടിട്ടാണ് മുട്ട വെച്ചിട്ടാണ് വിരിയിക്കുക. ഇത് അങ്ങനെയല്ല, ഇത് ഇതുപോലെ വലിയ കൂടി. കാരണം ചിലപ്പോൾ 2000 മുട്ടയൊക്കെ ഉണ്ടാവും, അതിനെ വളർത്തിക്കൊണ്ട് വേണം. ഇത് മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോ എത്ര ആളുണ്ടല്ലോ, ഈ ഇതിൽ മുട്ടയിട്ട് അത് ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ ഇത് അടയ്ക്കും, കൂടുപോലെ അടയ്ക്കും ശത്രുക്കൾ. എന്നിട്ട് ആണും പെണ്ണും ഇവിടെ കാവൽ വെക്കും. വിരിഞ്ഞ പ്രകൃതി അങ്ങനെയാണ്. മനുഷ്യൻ മാത്രമാണ് ഇപ്പൊ ഇതിന്നൊക്കെ മാറ്റം വരുത്തി പുതിയ ഇതിലേക്ക് വരുള്ളൂ. പക്ഷെ ഇതിങ്ങനെ വളച്ച് കെട്ടി ഉണ്ടാക്കേണ്ട ആ ഒരു വായ കൊണ്ട് അല്ലേ? ഈ കുരുവികളൊക്കെ കൂടെ ഉണ്ടാക്കണം, എത്ര മനോഹരം. അതേപോലെ തന്നെ അതുണ്ട്. പുറത്തൊക്കെ വലിയ ഫൈബറും കാര്യങ്ങളൊക്കെയാണ്, ചണ്ടും മുണ്ടും ഒക്കെ ആയിരിക്കും. ഉള്ളിൽ വരുന്ന നേരത്തെ വാഴനാരോ പിന്നെ ചകിരിനാരൊക്കെ വെച്ച് സോഫ്റ്റ് ആയിട്ട് പഞ്ഞി കിട്ടുകയാണെങ്കിൽ അതും കൊടുന്ന് വെച്ച് സ്മൂത്ത് ആക്കുക. കുഞ്ഞുങ്ങൾക്ക് ശല്യമൊന്നും ഇല്ലാതെ. എന്നിട്ട് അവറ്റകൾ ഇങ്ങനെ ചിറക് ഇങ്ങനെ അടിക്കും. ഈ ചിറക് അടിക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ വാട്ടർ സർക്കുലേഷൻ നടക്കുമ്പോൾ ഫ്രഷ് ഓക്സിജൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പ്രകൃതി ഇതെല്ലാം അതിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തേനീച്ച പോലെ മറ്റുള്ള ജീവികള് ശരിക്കും നമ്മൾ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് പഠിച്ച് അതുപോലെ എത്ര ടെക്നോളജി, അവരുടെ ടെക്നോളജി ഒന്നും നമുക്ക് ഇതുവരെ ആയിട്ടില്ല. കൂടുതലപ്പോ എഗ് പൈല് കാണണമെങ്കിൽ ഈ കൂടെ എന്താ ചെയ്യാപ്പോ? കൂട് നമ്മൾ ഇതുപോലെ ഒരു പിന്നെ വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഈ കൂട് ഇവിടെ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ചെറുതായിട്ടും തുറന്നു കഴിഞ്ഞാൽ മുട്ട ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഇപ്പൊ 2 ദിവസം എടുത്ത മുട്ട ഉണ്ട് അവിടെ, ഞാൻ അത് കാണിച്ചു തരാം. ഇത് പിന്നെ വേറെ കൂടാണല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഈ ബക്കറ്റ് ഷഫിൽ പോയി വെള്ളം നിറച്ച് ഇത് കൂട് അങ്ങനെ തന്നെ അനക്കാതെ വെള്ളത്തിൽ കൂടെ ഇതിങ്ങനെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ ഇതുപോലെ എടുക്കും. എന്നിട്ട് അത് നിറച്ചു കൊണ്ടുവരും. പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഓരോന്നിനെ മാറ്റിയെടുക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയ എഗ്ഗ് അപ്പുറത്തുണ്ട്, അതിന്റെ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ അതെങ്ങനെ കൈകൊണ്ട് എങ്ങനെ മാറ്റില്ല എഗ്ഗ്? അപ്പോൾ അങ്ങനെ അതായത് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങളും
മുട്ടയാണെങ്കിൽ മുട്ട, കുഞ്ഞാണെങ്കിൽ ഇത് നല്ല യെല്ലോ കളറിൽ മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് സ്പൂൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ച് അതിനെ കറക്റ്റ് അരിച്ച് ചെയ്ത് മറ്റേ ട്രഫിലേക്ക് കാണിച്ചു തരാം. ഒരു 4-5 ഇതുപോലെയുള്ള ട്രഫിലേക്ക് കുളത്തിലെ വെള്ളം തന്നെ എടുത്ത് അതിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യും. ആ വെള്ളം തന്നെ എടുക്കും അല്ലേ? ഈ വെള്ളം തന്നെ വേണം, കാരണം ടെമ്പറേച്ചറിൽ വേരിയേഷനോ ബുദ്ധിമുട്ടോ ഉണ്ടാവരുത്. ഇപ്പൊ ഈ നമ്മുടെ കുളങ്ങളിലൊക്കെ ഒരു pH 7 ആണ്, നമുക്ക് 6 മുതൽ 8 വരെ pH ഉള്ളതിൽ നന്നായി വളർത്തായത്. അപ്പോൾ ഇവിടെ വെള്ളം ഇപ്പോൾ എങ്ങനെയാണ്? നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണ് ഈ കുളങ്ങളിലൊക്കെ തന്നെ 3 മീറ്റർ 3.5 മീറ്റർ ഒക്കെ വെള്ളം, ശുദ്ധമായ വെള്ളം കിടക്കുന്നു. നാച്ചുറൽ കണ്ടീഷനാണ്. പിന്നെ ഗൗരാമിയെ സംബന്ധിച്ചോളം വെള്ളത്തിന് മോശമായാലും ഒരു പ്രശ്നമില്ല. വലിയ സൈസ് ഓക്സിജനൊക്കെ മുകളിൽ നിന്ന് എടുക്കുന്നതും നടത്തിക്കൊണ്ട് പോകാൻ ഒരു പ്രശ്നമേ അല്ല. നന്നായി വളരും. നമുക്ക് എഗ്ഗ് കാണാൻ പോവാം. ഫ്രിഡ്ജിന്റെ കേസിൽ പല സൈസിലുള്ള ഗൗരാമിയുടെ കുഞ്ഞുങ്ങളാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ കൂട് എടുത്തത് പറഞ്ഞില്ലേ, അത് മിനിങ്ങാന്ന് എടുത്ത കൂട്ടിൽ നിന്ന് കിട്ടിയ മുട്ടകളാണ്. ഇതിപ്പോൾ പിന്നെ ഉസ്മാൻ ഭായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിൽ ഇതിപ്പോൾ നമ്മൾ 4 ബേസിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മളിത് ഫെർട്ടിലൈസ് ആവാത്ത മുട്ടുണ്ട്. ഇതുകൊണ്ട് ഈ മഞ്ഞ കളറിൽ ഒരു വെള്ളമായിട്ട് അതാവാത്ത അത് ഇത് ഇതിന്ന് കടന്നു കഴിഞ്ഞാൽ ഇത് മറ്റേൽ കയറി ഒട്ടും, മറ്റേ നശിക്കും. ഇത് മിനിഞ്ഞാന്ന് യെല്ലോ കളർ. ഒന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതിന് വാല് വെച്ച് കൊടുക്കും. ഇത് ഇങ്ങനെ ചലിക്കാൻ തുടങ്ങും. വൈകുന്നേരം ആകുമ്പോഴത്തേന് നമ്മൾ കുളത്തിലാവുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ കുറവ് കിട്ടാനുള്ള മെയിൻ കാരണം ഇതാണ്. ഈ മുട്ട കംപ്ലൈൻ്റ് ഉള്ളത് ഇതിൽ കയറി പിടിക്കും. അങ്ങനെ ഫുള്ള് കെയറിങ് വേണം. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ട് ഇതാ ആ ബേസിൽ അതിലൊരു കൂടുന്ന് കിട്ടിയത് ആകെ ഒരു 100 കുട്ടികളെ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ മുട്ട കംപ്ലൈൻ്റ് ആയിരുന്നു. അല്ലല്ല ഫെർട്ടിലൈസ് ആവാത്ത. ആ അപ്പോൾ കൂട്ടിലായാലും ഒറ്റ കുഞ്ഞുങ്ങളെയും കിട്ടൂല. കംപ്ലൈൻ്റ് ഉള്ളതാണ് ഇതാ ഒരു വെള്ള അതിൽ ഒട്ടി കിടക്കണുണ്ട്. ഇതൊക്കെ തന്നെ മൊത്തം ഒരു ബാച്ച് സെപ്പറേറ്റ്. നമുക്കിങ്ങനെ ഇത് നമുക്ക് ക്ലിയർ ആക്കാനും സുഖം. നമ്മള് കോഴിക്കാർപ്പിന്റെ മാതിരി ഇത് ഒട്ടിപ്പിടിക്കൂല. ഇതിങ്ങനെ പൊങ്ങി നടക്കണ. അപ്പൊ എത്ര ദിവസം ഇന്ന് വരും? ഇന്ന് വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ വാല് വെക്കും. ആദ്യം വാല് വെക്കുക, പിന്നെ അങ്ങനെ കണ്ണൊക്കെ കാണും. 2 ആഴ്ച കഴിയുമ്പോൾ ഏകദേശം നമുക്ക് തീറ്റ കൊടുത്താൽ മതി. ആർട്ടിമിയാണ് കൊടുക്കുന്നത്. മൊയിനിപ്പോൾ തണുപ്പായതുകൊണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളിത് പ്രോപ്പർ തീറ്റ കൊടുക്കണോണ്ട് പൈസ നോക്കിയിട്ട് കാര്യമില്ല. ആർട്ടിമി തന്നെ കൊടുക്കുന്നത്. നമ്മളൊരു 3 മണിക്കൂർ ഇടപെട്ടിട്ട് നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ അവിടെ ഒരു 20 ബോക്സിൽ ഫ്രിഡ്ജ് ബോക്സിൽ ഇപ്പോൾ വിരിഞ്ഞതുണ്ട്. ഇത് കൂടാതെ മൊത്തത്തിലും ആ ഇതിലായിരുന്നു. ഇത് ക്ലിയർ ഇട്ടണ ഈ ഇതിലേ കിട്ടുള്ളൂ. എല്ലാത്തിലും ഇതേ എഗ് ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതിലുള്ള ഈ മഞ്ഞ ഉണ്ടല്ലോ, അത് കുറെ ഏകദേശം എത്ര നമുക്ക് പ്രതീക്ഷിക്കാതെ? ഇതോ ഇത് ഇപ്പോഴത്തെ തണുപ്പുകൊണ്ട് നമുക്ക് എത്ര പ്രതീക്ഷിക്കാൻ പറയാൻ പറ്റില്ല. നമുക്ക് ഏകദേശം ഒരു 1000 കുഞ്ഞുങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഇതേമാതിരി കെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എഗ്ഗിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അസുഖം വന്നാൽ 2 ദിവസം കൊണ്ട് എല്ലാം തീരുമാനമാകും. ഒന്നും കംപ്ലൈൻ്റ് ഇല്ലേ. നമ്മൾ ഹീറ്റർ ഒക്കെ ഉണ്ട്, മാറ്റി ഇങ്ങനെ ഹീറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ പിങ്കാണ്. ഒരു കൂടുതലുള്ള ആകെ കിട്ടിയ കുഞ്ഞുങ്ങളിതാ. ബാക്കിയൊക്കെ കംപ്ലൈൻ്റ് ആയി. ഇത് കണ്ടോ, ഏകദേശം ഒരു 10-200 അടുത്ത്. ഇതും അതുപോലെ. ഇത് ബ്ലാക്ക് ആയിരുന്നു. ഇതിൽ ഏകദേശം ഒരു 75% ഫെർട്ടിലൈസ് ആവാത്ത മുട്ടയായിരുന്നു. ഒക്കെ കംപ്ലൈൻ്റ് ആയി. 4 ഡെവറിയിലുണ്ടായിട്ട് ഇതാകെ മൊത്തത്തിലുണ്ടായത് ഇപ്പോൾ ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 500 കുഞ്ഞുങ്ങളെ ഇതുണ്ടാവും. ബാക്കിയൊക്കെ പോയി. നല്ല ആക്റ്റീവ് ആവില്ല വെള്ളം, നല്ല ഗപ്പിളമാരി നല്ല സ്ലോ ആയിട്ടുള്ള നീന്തൽ, വളരെ പെട്ടെന്ന് നീന്തിട്ട് പോകണ്ടല്ലോ. ഇങ്ങനെ തെറിച്ചുകൊണ്ട് പോകും. ഇവരൊക്കെ റിക്കവർ ആയിക്കോളൂ, ഇല്ല. നമ്മൾ ഒന്നാമത് തണുപ്പിൻ്റെ മാത്രമേ പ്രശ്നമുള്ളൂ. അസുഖം വന്നാൽ ഒറ്റൊന്നും ഉണ്ടാവില്ല. ഇനി ഇവിടുന്നാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ വലിയ ബയോഫ്ലാക്കിൻ്റെ മാതിരിയുള്ള വലിയ ടാങ്കിലേക്ക് കൊണ്ടുപോകും അല്ലേ?
ഇതൊരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മൾ ബയോഫ്ലോക്കിൻ്റെ ടാങ്കിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൻ്റെ 2 നമ്പർ കൊടുക്കും. ഫുള്ള് ഈ ഫ്രിഡ്ജിന്റെ കേസിൽ കുഞ്ഞുങ്ങൾ ഏകദേശം 20 ഫ്രിഡ്ജിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആർട്ടിമിയ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇതിക്ക് പ്രിൻസിപ്പിക്ക് കൊണ്ടുവരണം. ഇത് എല്ലാത്തിലും ഉണ്ടാവും ഒരു 500-ലേറെ കുഞ്ഞുങ്ങളുണ്ടാവും. ഫ്രിഡ്ജിന്റെ കേസിലുണ്ടാവും. അതിലുണ്ടല്ലോ അത് നമ്മൾ മെത്തിലിൻ ബ്ലൂ ഫസ്റ്റ് ഇറക്കുമ്പോൾ ഒന്ന് ചെയ്യണം. സൈഡിലൊക്കെ കുഞ്ഞുങ്ങളാ ഇത് എന്റെ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ ബ്ലാക്കാ. പിങ്ക് ഒരു ഇതേ ഉള്ളൂ. ഇവർക്കാണ് ഇപ്പോൾ നമ്മൾ 7 നേരം 7 നേരം 3 മണിക്കൂർ ഇടവിട്ട് വിട്ടുകൊണ്ടേയിരിക്കും. ഇതും ബ്ലാക്കിന്റെ കുഞ്ഞുങ്ങളാണ്. ഇതും ബ്ലാക്ക്. അത് ബ്ലാക്കാണ് കുറച്ച് അധികം അല്ലേ? അല്ല ബ്രീഡിംഗ് മാൻ കൂടുതൽ ബ്ലാക്കാണ് നമ്മുടെ അടുത്തുള്ള. അതുകൊണ്ട് ഇത് പിങ്കാണ് ഇപ്പുറത്ത്. ഇതിൽ അസുഖം വന്നു. ഇപ്പോൾ നമ്മൾ ഹീറ്റർ വെച്ചാൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് ഇതിലാണ് കുറച്ച് കൂടുതലുണ്ട് പിങ്കിൻ്റെ. ഈ നാല് ഇത് പിങ്കാ. 4 പിങ്കിൻ്റെ അല്ലേ? ഹീറ്ററും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഉണ്ട്. ഹീറ്റർ ഇനി നമ്മൾ മാറ്റി 4 മാറ്റി ഇട്ട് കൊടുക്കും. അപ്പോൾ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണം അതിൽ. തണുപ്പായതുകൊണ്ട് ഇത് ബ്ലാക്കിനപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കുഴപ്പമൊന്നുമില്ല. അല്ല ഇത് മാറ്റിയിടും. മാറ്റിയിടുണ്ടല്ലേ? സാധാ തണുപ്പല്ലല്ലോ. ഇതിപ്പോൾ എത്ര? 2 ആഴ്ച. ഏത്? ഇത് 2 ആഴ്ച. ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അല്ല ഇതിലുണ്ട് ഒക്കെ ഇതിലുണ്ട്. ഇതിലൊക്കെ 2 ഇറക്കി ഇവിടെ പാത്രത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ കേസിൽ ഇപ്പോൾ ഏകദേശം എത്ര കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കാതിൽ? ഇതിൽ ഏകദേശം ഒരു 5000 കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടാവും. അതിപ്പോൾ ഇനി എത്ര ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ടാങ്കിൽ പോകുന്നത്? അതിൽ ഇനി ഒരു മാസം കഴിഞ്ഞാൽ വലിയ ടാങ്കിലേക്ക് മാറും. അപ്പോഴേക്ക് മറ്റുള്ള കുഞ്ഞുങ്ങൾ വരാൻ തുടങ്ങും. അവിടുന്ന് ടാങ്ക് വരാൻ തുടങ്ങും. നാളേക്ക് ആയിട്ട് ഇറക്കി വിടും. എന്തൊക്കെ വലിയ ടാങ്കിക്ക്? ഇതും അത് ഒരു കൂടുന്ന് കിട്ടിയത് വളരെ കുറഞ്ഞ കുട്ടികളെ കിട്ടിയുള്ളൂ. മുട്ട ഫുള്ള് കംപ്ലൈൻ്റ് ആയി. ഫ്രണ്ട്സ്, ഈ ഒരു സെക്ഷനിൽ കാണുന്നത് 10-20ഓളം ഫ്രിഡ്ജിൻ്റെ കേസിൽ നമ്മളെ ഗൗരാമീൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. കണ്ടാൽ തോന്നും നമുക്ക് ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. പക്ഷേ ഇങ്ങനത്തെ അപൂർവമായിട്ടാണ് നമ്മളെ ഗൗരാമിയുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കാണുന്നുള്ളൂ. ബ്രീഡ് ചെയ്ത് അവിടുന്ന് വലിയ നാച്ചുറൽ പോണ്ടെന്ന് കുഞ്ഞുങ്ങളെ എഗ്ഗ് കളക്ട് ചെയ്ത് അത് ബേസിനിലിട്ട് വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങൾ ഓരോ ഫ്രിഡ്ജിൻ്റെ കേസ് സെക്ഷൻ ആക്കിയിട്ടിട്ട് അതിൽ ഹീറ്ററൊക്കെ കൊടുത്ത് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് കേരളത്തിൽ ചിലപ്പോൾ കാണില്ല ഇങ്ങനെ ബ്രീഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മളെ പാലക്കാട് ജില്ലയിൽ നമ്മളെ ഗൗരാമീൻ്റെ ഒരു അടിപൊളി ഒരു ഫാം ഇപ്പോൾ വന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു ബ്രോഡ് സ്റ്റോക്ക് ഇപ്പോൾ മേടിച്ചു. അപ്പോൾ നമുക്ക് കൺഫേം പെയർ ആയിട്ട് മേടിക്കണതോ പീസായിട്ട് മേടിച്ചാൽ മതിയോ നമുക്ക് ബ്രീഡ് ചെയ്യണമെങ്കിൽ? ശരിക്കും കൂടുതൽ ചെയ്യാനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2 years ഒക്കെ ആയിട്ടുള്ള നല്ല ഇതിന് ഒരു 10 എണ്ണത്തിന് എടുത്ത് ഒരുമിച്ചിട്ടാൽ ഒരുമിച്ചിട്ട് അവർ പെയർ നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് പെയർ തിരിഞ്ഞ് ഓരോരുത്തരും അവരവരെ ഭാര്യമാരെ കണ്ടെത്തി കൂടെ ഒക്കെ വെച്ച് അങ്ങനെ ആ ലൈഫ് ഒരു ബ്രീഡിങ് പീരിയഡിൽ ഒരാളുമായിട്ടാണ് സാധാരണ ഇതിൽ ചങ്ങാത്തുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വേറെ അതിൽ ചങ്ങാത്തല്ല. ഇല്ല മറ്റൊരു കൊത്തി ഓടിക്കും അവര് കൊത്തി ഓടിക്കും. നീറ്റാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ബ്രീഡിങ് സീസണിൽ വേറൊരാളെ കണ്ടെത്തും. ഇതിന് മൊഴിയല്ലോ. അങ്ങനെയുണ്ട്. അപ്പൊ പിന്നെ ഈ കൂടുതൽ ബ്രീഡ് ചെയ്യാനായിട്ട് എടുക്കുന്നവര് ബ്രീഡിങ് പെയർ ആയിട്ട് എടുക്കുന്നേക്കാളും നല്ലത് വരിക ഒരു 10-20 പീസ് കൊണ്ടുപോയിട്ട്. ഇപ്പൊ ബ്രീഡിങ് പെയറിന്റെ വില ഇതായിട്ട് വരുമ്പോൾ ഒരുപാട് വ്യത്യാസവും വരും. ബ്രീഡിങ് പെയർ പിന്നെ ഒരു മോഹവിലയാണ്. മോഹവിലയാണ്. അത് കൺഫേംഡ് ആകുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ 3 വർഷം 4 വർഷം ആയതിനെ ബ്രീഡ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. പക്ഷെ ഇതിപ്പോ വാഴപ്പോളം എന്താ കിട്ടുന്നത്? വാഴ ചെറിയ വാഴ, കുലക്കാത്ത വാഴ പുറത്തുള്ള തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം, പുറത്തുള്ള പോളയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ, ഇത് നമ്മുടെ ഗുലാബാണ്, ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആളാണ്, ഇതേപോലെ ചെറുതായിട്ട് അരിയും. ഇതുപോലെ അരിഞ്ഞതിന് ശേഷം ഒരു 1-2 കൊട്ട വലിയ കൊട്ടയിൽ ഇതുപോലെ അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ ഈ ജയന്റ് ഗൗരാമിയുടെ വലുത് കിടക്കുന്നതിൽ അത് ഇടത്തരം മുതൽ ഒരു 5 ഇഞ്ച് ഉള്ളത് മുതൽ ഈ വാഴത്തട ഇത് കൊടുക്കും.
അപ്പൊ ഗൗരാമിയെ സംബന്ധിച്ചോളം ചക്ക അടക്കം കഴിക്കുന്ന പറഞ്ഞാൽ അത്ഭുതം. പഴുത്ത ചക്ക അങ്ങനെ തന്നെ ഇട്ട് കുരു ഒഴിച്ച് പിന്നെ മുള്ളും ചവണിയും എല്ലാം കൂടി ഇടും. പക്ഷെ മുള്ളൊഴിച്ച് ബാക്കിയെല്ലാം തിന്നും. മടലിന്റെ ഉള്ളിലുള്ള ഭാഗം, പഴുത്ത ഭാഗം, പിന്നെ അതിന്റെ ചവണി, കുരു ഒഴിച്ച് ബാക്കിയെല്ലാം കുരും തിന്നും. പക്ഷെ സാധാരണ അത് ഒഴിവാക്കും. അത്രയും ടേസ്റ്റ് ഉള്ള. അതുപോലെ പപ്പായ പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 4 മുറിച്ച് നേരെ ഇട്ട് കൊടുത്താൽ മതി, അത് തിന്നോളും. ഇവിടെ കണ്ടു ഇഷ്ടംപോലെ ചക്കയും മാങ്ങയൊക്കെ ഏത് സീസണിലും ഉണ്ട്. അപ്പൊ അത് അവര് തിന്നും, നന്നായി തിന്നും. അതുകൊണ്ട് ഗൗരാമയെ വളർത്തുന്നവർക്ക് തീറ്റയുടെ പ്രശ്നമില്ല. ഈ അന്യായ വില മേടിച്ചു കൊടുത്ത് തീറ്റയുടെ കാര്യമേ ഇല്ല. ഇത് മതി. ഇതുണ്ടല്ലേ വെട്ടി ശരിയാക്കണല്ലേ. എന്തായാലും ഒരു അത്ഭുതം തന്നെയാണ് നമ്മളെ ഗൗരാമി എന്ന് പറഞ്ഞത്. ചക്ക കഴിക്കുക, വാഴയുടെ ഇല കഴിക്കുക, ചേമ്പില, എല്ലാ പഴങ്ങളും കഴിക്കും. അപ്പോ ചെലവ് പറഞ്ഞപ്പോ എന്താ ചെലവിലുള്ളത്? ഒരു ചെലവും ഇല്ല. ഇത് നമ്മുടെ വാട്ടർ കാബേജ്. ഇതിന്റെ വേരുകളും തണ്ടൊക്കെ ഗൗരാമി നന്നായി കഴിച്ചോളും, യാതൊരു പ്രശ്നമില്ല. പിന്നെ നമ്മളിത് കണ്ടോ, അസോള. ഇത് നല്ല ഗ്രീൻ കളർ അല്ല, വെയിൽ വാഴയുടെ കട്ട് ചെയ്ത് ഇതിപ്പോ നമുക്ക് ഇട്ട് കൊടുത്ത് കണ്ടോ കേട്ടോ. പല ഇതില് തിലോപ്പിയ തന്നെ ഉണ്ട്. അത് കൂടാതെ 500ഓളം ഗൗരാമി കിടപ്പുണ്ട്, വലുതും ചെറുതും പല സൈസിലായിട്ട്. ഗുലാബ് കുറച്ച് ഇട്ട് കൊടുത്തോ. അങ്ങനെ ദൂരേക്ക് ദൂർസെ കഴിക്കാൻ തുടങ്ങി. അത് അവര് ധാരാളമായിട്ട് വരും. ഇതിപ്പോ പല സൈസ് കിടപ്പുണ്ടേ. വലുതുണ്ട്, ചെറുതുണ്ട്, എല്ലാം ഉണ്ട്. ഈ ചെറുതിന് നമ്മള് പിന്നെ പോയിന്റ് സൈസ് അസോള ഇത് പെട്ടു. അസോള ദൂർസെ അതെ. ഇത് 7 കളേഴ്സ് എന്ന് പറയുന്ന രീതിയിലുള്ളതാണ്. നമ്മൾ വളരെ പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്ന പെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ബ്രീഡേഴ്സിനെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്ത് പിന്നെ അതിനെ മൊത്തം മിക്സഡ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിന് പ്യുവർ ബ്രീഡായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല, വലിയ വിലയാക്കി കൊടുക്കുന്നില്ല. അപ്പോൾ സാധാരണക്കാരനും ചെറിയ വിലയ്ക്ക് പിന്നെ നല്ല മിക്സഡ് ബ്രീഡിനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഇതൊരു വേറെ ഒരു 25, നമ്മൾ റേറ്റ് ഹോൾസെയിൽ റീറ്റെയിൽ റേറ്റ് ഒക്കെ ഉണ്ട്. 25 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ. ഇല്ല, ഈ അതെ ഇങ്ങനെയുള്ള ഗപ്പി, മോളി, പ്ലാറ്റി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ വന്ന് മേടിക്കണം. ഇതെന്താ വെച്ചാൽ നമുക്ക് ഈ ചെറിയ വിലയ്ക്ക് ദൂരേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഗൗരാമി പോലെയുള്ളത് കൂടുതൽ പീസുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പെറ്റ് സർവീസ് വഴി എത്തിച്ചു കൊടുക്കും. അലിഗേറ്റർ ഭയങ്കര ചാട്ടമാണ് കേട്ടോ. ഇത് ചെറുതാണ്, ഏറ്റവും ചെറുതാണ്. പിടിച്ചിട്ട് 3-4 പിടിച്ചു. ഇത് ഏറ്റവും ചെറുതാണ്. ഇത് മറ്റേ അത്ര അങ്ങോട്ട് ആ രീതിക്കല്ല വരണേ. വേറൊരു വെറൈറ്റിയുടെ സ്വഭാവമാണ് കാണിക്കണേ. അതെ നമ്മൾ കുളത്തുനിന്ന് പരലിന്റെ കുഞ്ഞുങ്ങൾ ഇനി കുറേ കൂടി കഴിയുമ്പോൾ നമ്മൾ തിലാപ്പിയുടെ കുഞ്ഞുങ്ങൾ ഇട്ട് കൊടുക്കും. ഇവിടെ നമുക്ക് പാമ്പിൽ ഇഷ്ടംപോലെ മീൻ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഇനി ഇത് റെഡി ആവട്ടെ, കുറച്ചും കൂടിയൊക്കെ ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് കൊടുക്കണം നമുക്ക്. നമുക്ക് പെറ്റായിട്ട് 1-2 ഒക്കെ ഒരു 100-110 കിലോ വരും. മറ്റേ അലിഗേറ്റർ ഉണ്ട്. അലിഗേറ്റർ അതെ ഒരു 2 ഫീറ്റ്, ഏറ്റവും വലുത് 2 അടി, മറ്റേത് 1 അടിയുടെ താഴെയുള്ളൂ. ഉണ്ടോ? കൊടുക്കാം നമുക്ക്. തെറ്റെന്നുള്ള എനിക്ക് ഇതിന്റെ പല സൈസുകളിൽ നമ്മുടെ അടുത്ത് കിടപ്പുണ്ട്. അലിഗേറ്ററിന്റെ കിടപ്പുണ്ട്. ഇതുണ്ടോ? അതിപ്പോ നമ്മള് റേറ്റ് ചെറുത് 1 ഫീറ്റിന്റെ താഴേക്ക് ആണെങ്കിൽ ഒരു 1000 രൂപയൊക്കെ വരും. 2 ഫീറ്റ് 1 ഫീറ്റ് 1 അടിയുടെ മുകളിലൊക്കെ വലുത് അത് പിന്നെ 1500, 2000. ഇതിന് ഈ വലുത് അങ്ങനെ വലിപ്പത്തിനനുസരിച്ച് ഇതിനനുസരിച്ചൊക്കെ വില കൂടി വരും. അത് ഒരു കഷ്ടി 1 അടി, അത് ചെറുതാണ്. പിന്നെ ഈ വലുതിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ അതിൻ്റെ വലിപ്പം തോന്നൂല. അതാണ് ഇത് കണ്ടോ. ഇപ്പം നമ്മുടെ അടുത്തുള്ളതിൽ ഏറ്റവും വലുത് ഇതാ. കണ്ടോ? ഇവര് കുഴപ്പക്കാരൊന്നുമില്ല, കണ്ടോ, ശാന്തമാണ്. മക്കളെ വാ. അല്ല കുഴപ്പമില്ല, ഇവരുണ്ടല്ലോ, ഇവര് ഒരു പ്രശ്നമില്ല. നമുക്ക് ഇഷ്ടംപോലെ തിന്നാൻ കൊടുക്കാനുള്ളതുകൊണ്ട് തിലാപ്പിയനെ ഇതുണ്ടോ, ഇതിനെ വേണി കയ്യിലൊക്കെ പോരും. ഉണ്ടോ? ഈ ആനിമൽസ്, ഫിഷസ് ഒക്കെ നമ്മൾ എന്താ കാര്യം സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് അതിന് പേടിയൊക്കെ മാറും നമ്മുടെ അടുത്ത് നന്നായി. ഇതുണ്ട്, ഇതിന്റെ പല്ലൊക്കെ കാണിക്കേ, ഉണ്ടോ? പൊക്കടാ.
ഇത് അരാപ്പയമല്ലേ? അതെ 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 നമ്മൾ ചെറിയ കുഞ്ഞിനെ ഒരു 3.5 ഇഞ്ച് ഉള്ളതിനെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ 1 ഫീറ്റിൻ്റെ മുകളിലായി കണ്ടോ. ഇതുപോലെ 2 ഉള്ളൂ. നമ്മൾ പെറ്റായിട്ട് നമ്മളിവിടെ വളർത്തുന്നതാണ്. കൊടുക്കാം. ഇതെല്ലാവരും ഓരോരുത്തർ വന്നിട്ട് പെറ്റ് വേണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കൊടുത്തു പോകും. ഇതിപ്പോൾ നമ്മുടെ മാനസപുത്രന്മാരായിട്ട് വളർത്താനുള്ള കണ്ടോ ഇതായിട്ട് വരുന്നുള്ളൂ. ഒരു 250 കിലോ ഒക്കെ വരും. ഇത് വരുന്ന സാധനമാണ്. അലിഗേറ്റർ ഒരു 150 വരെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഒരു 250 കിലോ വരും. ആമസോണിൽ വരുന്ന ഒന്നാമത്തെ സാധനം അത്. ഇത് വിദേശിയാണല്ലോ, ഇവരൊക്കെ വിദേശിയല്ല. കണ്ടോ ഇപ്പം തന്നെ ചുഴികൾ വന്നു തുടങ്ങി എൻ്റെ ഹെഡിൽ. ഇപ്പം തന്നെ അതിൽ ഹെഡിൽ ചുഴികൾ വന്നു തുടങ്ങി. നോക്കിയാൽ അതിൻ്റെ ആ ബോഡി പാറ്റേണും ഇതുണ്ടോ, സ്കെച്ചസ് കണ്ടോ, അതൊക്കെ വന്നു കഴിഞ്ഞു. കണ്ടോ ഈ വാലിൽ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് വന്നു. നമുക്ക് 2 ഉള്ളത്. ഒന്നുകൂടി ഉണ്ട്. വിട്ടേക്കട്ടെ. ഹലോ, പിന്നെ കാണാം കേട്ടോ. ഇതിപ്പോൾ ലാലാലോ എന്ന് പറയാനുള്ളത് ഇതൊക്കെ മോഹങ്ങളുടെ പോലെ പെറ്റായിട്ട് വളർന്ന സാധനങ്ങളാണ്. ഇതുണ്ടോ, നല്ല കളറുള്ള ഇതുണ്ടോ. ഇതിങ്ങനെ അത് അക്വറിയത്തിലിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇതിലൊരു മൊത്തം നമുക്ക് ഗപ്പീസ് 10-15 തരമുണ്ട്, വെറൈറ്റീസിൻ്റെ. പേരൊന്നും ഞാൻ പറയുന്നില്ല. കണ്ടോ ഇതൊക്കെ നമ്മളിവിടെ ബ്രീഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള കൊടുന്ന് ബ്രീഡ് ചെയ്ത് പിന്നെ അത് മിക്സഡ് ഗപ്പി ആക്കിയിട്ട് കൊടുക്കും. ഒറിജിനലിനെ വളർത്തിയെടുത്തിട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി കൂട്ടി കലർത്തി കൊടുക്കും. അപ്പോൾ അത് കൊടുക്കുന്നത് വളരെ വില കുറച്ച് കൊടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള വില കുറച്ച്. അതിപ്പോൾ ഗൗരാമി ആയാലും നമ്മുടെ ജാപ്പാനീസ് കോഴിക്കാർപ്പായാലും നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ പക്കേ കൊടുക്കുള്ളൂ. കംപ്ലൈൻ്റ് ഉള്ള കൊടുക്കില്ല, അസുഖമുള്ള കൊടുക്കില്ല. ഇത് കോഴി ഗപ്പീസാണ്. കോഴി ഗപ്പീസിൻ്റെ ഒരു വെറൈറ്റിയാണ്. കണ്ടോ കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ ഒരു 15 തരം ഗപ്പീസ് ഉണ്ട്. അതിനെ നമ്മൾ ഇതായിട്ട് വളർത്തി സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ആ കുഞ്ഞുങ്ങളെ മൊത്തത്തിലിടും, മിക്സ് ചെയ്തിടും. എന്നിട്ട് അതാണ് മിക്സഡ് ഗപ്പി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതിനെ മിക്സഡ് ഗപ്പി ആയിട്ട് കൊടുക്കുക. ഉണ്ടേ. അപ്പം ഞാൻ പറഞ്ഞ പിന്നെ ഗിരീഷിൻ്റെ വീഡിയോസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. മണിക്കൂറോളം കണ്ടിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഗിരീഷ് അങ്ങാടിപ്പുറത്താണല്ലോ, എന്ന് വെച്ചാൽ പെരുന്തവണടുത്ത്. ഞങ്ങൾ മുമ്പ് താമസിക്കുന്ന പെരുന്തവണയായിരുന്നു. അത് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്താൽ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. അതായത് ഗിരീഷിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ പക്കയാണ്, ഗംഭീരമാണ്. നമുക്കത് ജെന്യൂനായിട്ട് ഫീൽ ചെയ്യില്ല, ജെന്യൂനാണത്. അല്ലാത്ത ഈ ചില വീഡിയോസൊക്കെ ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ളവരുണ്ട്. വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വിട്ട് അതിൽ കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഗിരീഷ് ഇവിടെ വന്ന് നമ്മുടെ ഫാമൊക്കെ കണ്ട് മത്സ്യങ്ങളെയൊക്കെ കണ്ട് എല്ലാം കിട്ട് ഇത്തരം ഒരു വീഡിയോ, ഒരു യൂട്യൂബർ എന്നുള്ളവർക്ക് ഇത്തരം ഇവിടെ വരികയും ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലും ഞാൻ എൻ്റെ പ്രത്യേകം നന്ദിയും ഞങ്ങളുടെ എൻ്റെ പാർട്ണർ ഉസ്മാൻ്റെയും എൻ്റെയൊക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് സെയിൽ ഇപ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? കൊറിയർ ഒക്കെ ഉണ്ടോ? കൊറിയർ പറഞ്ഞാൽ ബൾക്ക് ഓർഡറൊക്കെ ഒരുപാട് കിട്ടുകയാണെങ്കിൽ പറ്റും. കാരണം നമുക്ക് ദൂരേക്ക് കൊറിയർ ചെയ്യണമെങ്കിൽ ബൈ റെയിൽവേ ആണ്. അത് ഒലവക്കോട് ഇവിടുന്ന് 33 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് മേടിക്കണം. അല്ലെങ്കിൽ പിന്നെ പെറ്റ് സർവീസ് ഉണ്ട് ചില ഭാഗങ്ങളിലേക്ക്. എന്ന് വെച്ചാൽ തിരുവനന്തപുരം വരെ അങ്ങോട്ട് കാസർഗോഡ് വരെ ഇങ്ങനെ ഈ കേരളത്തിൽ പല ഭാഗത്തേക്കും പെറ്റ് സർവീസ് ഉണ്ട്. അത് അവൈലബിൾ ആയുള്ളടത്ത് നമ്മൾ സേഫായിട്ട് അയച്ചു കൊടുക്കും. പിന്നെ ഞാൻ മലപ്പുറത്താണല്ലോ. അതെ, മലപ്പുറമാണ്. നമ്മൾ ഈ പോകുന്ന റൂട്ടിലൊക്കെ കൊറിയൻ കടകളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ശ്രീകൃഷ്ണപുരം, ആര്യമ്പാവ്, കരിങ്കലത്താണി വഴി അങ്ങനെയും പോകും. അങ്ങനെ ചെറുപ്പശ്ശേരി, പെരിന്തൽമണ്ണ അങ്ങനെയും പോകും. അപ്പോൾ ഞാനിപ്പോൾ വന്നത് അങ്ങാടിപ്പുറത്ത് നിന്നാണ്. അപ്പോൾ ഒരുമിച്ചാണ് നമ്മൾ ഉസ്മാൻ കാക്കുവിൻ്റെ അടുത്ത് ഒരുമിച്ച് വന്നത്. അപ്പോൾ ആ റൂട്ടിലുള്ള അക്വറിയം ഷോപ്പുകൾക്ക് അങ്ങനെയും കൊടുക്കാം. അത് മലപ്പുറം എവിടെ പൂക്കോട്ടല്ലേ സ്വന്തം നാട്? പൂക്കോട്ടൂർ. ഇപ്പോൾ അവിടെയും ഫാം ഉണ്ട് അല്ലേ? പൂക്കോട്ടൂരുണ്ട്. അപ്പോൾ പൂക്കോട്ടൂരും കുറേ അക്വറിയം ഷോപ്പുകളുണ്ട്. അവിടെ അവർക്കൊക്കെ അത് എത്തിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് ബൈക്കിൽ പോകുമ്പോൾ കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ റൂട്ട്? ഇവിടെ നമ്മുടെ ഈ പിന്നെ ഫാം JCJ Pearl ജിജി അക്വ നിലനിൽക്കുന്നത് പാലക്കാട്, കോഴിക്കോട്, അത് പെരിന്തൽമണ്ണ, ചെറുപ്പശ്ശേരി, കോങ്ങാട് റൂട്ടിലാണ്. അപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് 33 കിലോമീറ്റർ, കടമ്പഴിപ്പുറം
നമ്മുടെ ഫാമിൻ്റെ അവിടത്തേക്ക്. പാലക്കാട് നിന്നും 33 കിലോമീറ്റർ. അപ്പോൾ അത് പിന്നെ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററേ ഉള്ളൂ ഫാമിലേക്ക് എത്താനൊക്കെ ആണ്. നമ്മുടെ സൈറ്റിൽ അതിൻ്റെ മറ്റേ മാപ്പും കാര്യങ്ങളും റൂട്ടും എല്ലാം ഇട്ടിട്ടുണ്ട്, ഫോൺ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഗൗരാമിനെ നോക്കി സെലക്ട് ചെയ്തെടുക്കാം. അതാണ് ഒരു പ്രത്യേകത. അതെ അതെ. അത് ഇവിടെ ബ്രീഡ് ചെയ്യിച്ച കുഞ്ഞുങ്ങൾ എത്ര സൈസ് മുതലൊക്കെ ഇപ്പോൾ കൊടുക്കുന്നത്? നമ്മൾ 2 ഇഞ്ച് മുതൽക്ക് മുകളിലേക്ക് അഡൽട്ട് പെയർ അടക്കം ഏത് വേണമെങ്കിലും. നമ്മൾ ഫസ്റ്റിൽ കാണിച്ച ഒരു 12 കിലോ വരെയുള്ള അത് 8 കിലോ വരെയുള്ളതൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 കിലോന്റെ ഒക്കെ മുകളിൽ പോകും കേട്ടോ വലിപ്പം. അപ്പോൾ അതൊക്കെ എങ്ങനെ എത്ര വലിയ സൈസിൽ കൊണ്ടുപോകാം? അത്രയും വലുത് നമുക്ക് കൂടുതൽ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് വലിയ ഡ്രമ്മില് 1000 ലിറ്ററിന്റെ ഡ്രമ്മില് വണ്ടിയിൽ കയറ്റി സുഖമായിട്ട് സേഫായിട്ട് എത്തിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഈ ഒരു ഗൗരാമിൻ്റെ മാത്രമായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഫാം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? 10 വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ.